ഒരിടത്തൊരു ഫയൽമാൻ, യവനിക, മുഖാമുഖം, അരപ്പട്ട കെട്ടിയ ഗ്രാമങ്ങൾ, മൂന്നാം പക്കം, അമരം തുടങ്ങിയ മലയാളത്തിലെ ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമാവാൻ അവസരം ലഭിച്ച നടനാണ് അശോകൻ. സമീപകാലത്ത് നാൽപ്പകൽ നേരത്ത് മയക്കം, പേരില്ലൂർ, ജയ് ഗണേശ് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനും അശോകനായി. അഭിനേതാവ് എന്നതിലുപരി ഒരു മികച്ച ഗായകൻ കൂടിയാണ് അശോകൻ. കെ. പ്രകാശ് സംവിധാനം ചെയ്ത പാലും പഴവും എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാന രംഗത്ത് സജീവമാവുകയായിരുന്നു അശോകൻ. ഇപ്പോഴിതാ തൻ്റെ പാട്ടുവഴികളെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം. ഓർമ്മ വെച്ച കാലം തൊട്ടേ താൻ പാട്ട് പാടുമായിരുന്നുവെന്നാണ് അശോകൻ പറയുന്നത്. ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ തന്നെ പാട്ട് പാടിക്കൂടെ എന്ന് മമ്മൂക്ക തന്നോട് ചോദിച്ചിരുന്നുവെന്നും അശോകൻ പറയുന്നു. 1986-87 റിലീസായ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യത്തെ പാട്ട്. കെ.ജി. രാജശേഖരനായിരുന്നു സിനിമയുടെ സംവിധായകൻ. പാട്ടൊരുക്കുന്നത് അർജുനൻ മാഷ്, എഴുത്ത് കണിയാപുരം രാമചന്ദ്രനും. അന്ന് പാട്ടിൻ്റെ കമ്പോസിംഗ് മദ്രാസിലാണ്. സിനിമയിൽ ഒരു പാട്ടൊഴികെ ബാക്കിയെല്ലാം ദാസേട്ടൻ പാടി. ആ ഒരു പാട്ടിൻ്റെ കമ്പോസിംഗ് നടക്കുമ്പോൾ ഞാൻ അർജുനൻ മാഷോട് ചോദിച്ചു, ഏതെങ്കിലും 2 വരി ഞാൻ പാടിക്കോട്ടെ. മാഷ് മുമ്പ് എൻ്റെ പാട്ടൊന്നും കേട്ടിട്ടില്ല എങ്കിലും ഓക്കെ പറഞ്ഞു. സംവിധായകന് എതിർപ്പില്ല. ഉണ്ണിമേനോനും അമ്പിളിയുമായിരുന്നു പ്രധാന ഗായകർ. അത് 2 വരി ഞാനും പാടി. ഭരണി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ്. അലങ്കാര ദീപങ്ങൾ അരഞ്ഞാണം ചാർത്തുമീ ആരാമത്തിൽ രോമാഞ്ചമേ എന്നായിരുന്നു ആ വരികൾ. റെക്കോർഡ് ചെയ്യുമ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ടാവും. അർജുനൻ മാഷ് ഓക്കെ പറഞ്ഞു. അതോടെ എനിക്ക് ശ്വാസം വന്നു. പൂനിലാവ് എന്ന സിനിമയിലായിരുന്നു അടുത്ത പാട്ട്. ആ സിനിമയിലെ ആകാശപ്പറവകൾ പോലെ എന്ന പാട്ട് പാടി. പക്ഷേ ആ പാട്ട് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഞാനാണ് പാടിയതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. നീ ഒരു ഗായകനല്ലേ, നീ എന്താ സിനിമയിൽ പാടാത്തത് എന്ന് പലരും ചോദിക്കും. പക്ഷെ ഞാൻ ആരോടും അവസരം ചോദിക്കാറില്ല. ഒന്നിനും ഇടിച്ചു കയറാൻ താല്പര്യമില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ പാട്ടുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പിന്നെ അങ്ങോട്ട് വിളിച്ചൂടെ എന്ന് വിചാരിക്കും. പക്ഷെ ആരും വിളിച്ചില്ല. നീ അഭിനയിക്കുന്ന സിനിമയിൽ നിനക്ക് പാടിക്കൂടെ എന്ന് മമ്മൂക്ക ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. യവനിക സിനിമയുടെ സമയത്ത് ലൊക്കേഷനിൽ എല്ലാ സംഗീതോപകരണങ്ങളും ഉണ്ട്. അതെടുത്ത് നെടുമുടി വേണു ചേട്ടനും ഭരത് ഗോപി ചേട്ടനും മമ്മൂക്കയും ഞാനും ചേർന്ന് പാടും. ഈ പാട്ടൊക്കെയാണ് മമ്മൂട്ടിയുടെ ആ ചോദ്യത്തിന് പിന്നിൽ.